പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള വ്യായാമത്തെ പറ്റിയും അത് ദിവസേന ചെയ്യണോ, അതിലേതെല്ലാം വ്യായാമമാണ് നമുക്ക് ഉപയോഗമാവുക എന്നുള്ളതിനെ പറ്റിയാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് നമ്മൾക്കുണ്ടാകുന്ന ഹോർമോണൽ ഡീവിയേഷൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിവസേനയുള്ള വ്യായാമം വളരെ അത്യാവശ്യമാണ്. ദിവസേന വ്യായാമം എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ശരീരത്തിന് മൊത്തമായുള്ള വ്യായാമം മുഴുവനായിട്ട് നമുക്ക് ഇൻവോൾവ്മെൻറ്റ്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മുഴുവനായിട്ട് ഇൻവോൾവ്മെൻറ്റ് വരുന്ന ടൈപ്പ് ഓഫ് വ്യായാമങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ 30 മിനിറ്റാണ് നമുക്ക് കൃത്യമായിട്ട് ദിവസേന ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഡീവിയേഷൻസ്, നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ഡീവിയേഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനായിട്ട്, അതായത് എൻഡോഫിൻസ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻഡോഫിൻസ് ഹാപ്പി ഹോർമോൺ, അത് നമ്മുടെ ബോഡിയിൽ കൂട്ടണമെങ്കിൽ നമ്മൾ ദിവസേനയുള്ള എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ടെസ്റ്റോസ്റ്റിറോൺ ബോഡിയിൽ നമുക്കറിയാം, മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ അതുണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ അഗ്നി, അതായത് ഡിസ്കളറേഷൻ, കഴുത്തിന് ചുറ്റും നിറം മാറി വരുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഹെയർ അതിൻ്റെ വളർച്ച, ബോഡിയിൽ ഇപ്പോൾ ചിലർക്കെല്ലാവർക്കും താടിയിൽമേയായിരിക്കും ഹെയർ കണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഹെയറിൻ്റെ ഒരു വളർച്ച, അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ, ഈ ഹോർമോൺസിന് ഒരു ബാലൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ദിവസേന എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ദിവസേന 30 മിനിറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എക്സസൈസ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഏതെല്ലാം എക്സസൈസ് ചെയ്യണം എന്നതിലുപരി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹോർമോൺ നമുക്കൊരു സന്തുലിതാവസ്ഥ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, നമ്മുടെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇൻസുലിനെ, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ ഒരു എനർജിയാക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റിയിൽ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ, അതായത് അതിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ എനർജി പ്രൊഡക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. അപ്പോൾ എന്തുണ്ടാവും, ഈ ഷുഗർ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് ഓവർ വെയ്റ്റിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമുക്ക് പ്രോപ്പർ ആവണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ബോഡിയിൽ കറക്റ്റായിട്ട് നടക്കുക. അതേപോലെ തന്നെ ഇതുമൂലം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ഓവർ വെയ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എക്സസൈസ് ദിവസേന ചെയ്യുകയാണെങ്കിൽ ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന ഈ ഗ്ലൈക്കോജൻ, അതായത് ഗ്ലൂക്കോസ് അക്യൂമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ, ഇതുണ്ടാകുന്നവർക്കൊരു പരിധി കഴിയുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ ഡയറ്റിനോടൊപ്പം തന്നെ എക്സസൈസിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻഡോമോർഫിൻ, അത് ഹാപ്പി ഹോർമോണാണ്. ഇത് കൂടുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുകയും അതപ്പോൾ തന്നെ നമ്മുടെ സ്ലീപ്പ് ഹോർമോൺസ്, നമുക്ക് സ്നോറിങ്, കൂർക്കം വലി, അതേപോലെ സ്ലീപ്പ് അപ്നിയ, നമുക്ക് രാത്രി ഉണ്ടാകുന്ന ഉറക്കത്തിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ദിവസേനയുള്ള വ്യായാമം PCOD ഉള്ളവർ കൃത്യമായിട്ട് ചെയ്താൽ ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ്. ദിവസേനയുള്ള ഈ എക്സസൈസ് ചെയ്യുന്നത് മൂലം, ചിലർക്ക് ഈ PCOS ഉണ്ടാകുമ്പോൾ ദിവസേനയുള്ള എക്സസൈസ് ചെയ്യുന്നത് മൂലം തുടർച്ചയായിട്ടുള്ള പീരീഡ്സിൽ വരുന്ന ഡിലേ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട്, അതായത് അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റിൻ്റെ പ്രസൻസ് ഒരു പരിധി വരെ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് റെഗുലറായിട്ടുള്ള ആ ഒരു പീരീഡ്സ് കാണുവാനായിട്ട്, ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും ഇവർക്ക് ആദ്യമായിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം, അത് ഒഴിവാക്കാനായിട്ട് ദിവസേന എക്സസൈസ് ചെയ്യുന്നത് മൂലം അവർക്ക് സാധിക്കും. ഏതെല്ലാം എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് PCOSൻ്റെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ദിവസേന ചെയ്യുന്ന എക്സസൈസ്, ബോഡിക്ക് മുഴുവനായിട്ട് ചെയ്യേണ്ട എക്സസൈസ് ഒഴിവാക്കിക്കൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനോടൊപ്പം, അതായത് ബോഡിക്ക് മുഴുവൻ കിട്ടേണ്ട വർക്കൗട്ടിനോടൊപ്പം തന്നെ നിങ്ങൾ ചില പ്രത്യേക ടൈപ്പ് ഓഫ് എക്സസൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു വലിയൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. As we all know, exercise is a part of medicine. അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിസിനാണ്. നമുക്കറിയാം PCOD ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കുന്നവർ ചെയ്യുന്ന എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയാലും നമുക്കറിയാം. അപ്പോൾ PCODക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ മെയിനായിട്ട് എക്സസൈസുകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളുണ്ട്, സ്ട്രെച്ചസ് ഉണ്ട്, അതേപോലെ തന്നെ യോഗ, കാർഡിയോ, പിന്നെ വാക്കിംഗ്, അതൊക്കെ ഇതിന് നല്ല രീതിയിൽ
ഇതിൻ്റെ എന്താ പറയുക സിംറ്റംസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള എക്സസൈസാണ്. ഇറ്റ്സ് മീ ജോയൽ ആൻഡോ. ഞാൻ ആത്രേയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മൾ എക്സസൈസുകളെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് എക്സസൈസുകൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകളാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ജിമ്മോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉപാധിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസുകളാണ്. എക്സസൈസ് എപ്പോഴും രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അത്യുത്തമം. നമ്മുടെ ഈ എക്സസൈസുകൾക്ക് ഒരു പ്രത്യേകതകളുണ്ട്. ജനറൽ ബോഡി എക്സസൈസുകൾ എന്ന് ഇതിനെ വിളിക്കാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ പെൽവിക്, അതേപോലെ തന്നെ അതായത് നമ്മുടെ ഈ അരഭാഗം, അതേപോലെ തന്നെ നമ്മുടെ വയർ, കോർ സ്ട്രെങ്തനിങ്, അതേപോലെ തന്നെ ബട്ടക്സ്, ഗ്ലൂട്ട്സ്, അവിടെയൊക്കെയാണ് നമുക്ക് സ്ട്രെച്ചസും സ്ട്രെങ്തനിങ്ങും ആവശ്യമായിട്ട് കൂടുതലുള്ളത് ഇത്തരം ഉള്ളവർക്ക്. നമുക്കറിയാം അമിതവണ്ണം ഉള്ളവർക്കും അതേപോലെ തന്നെ ഭാരം കുറഞ്ഞവർക്കും, അതായത് ഇപ്പോൾ സ്ലിം ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ എക്സസൈസുകൾ ചെയ്യാം. ഈ എക്സസൈസിന് അഡ്വേഴ്സ് എഫക്ട്സ് ആയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് വേണം ഈ എക്സസൈസുകളൊക്കെ ആരംഭിക്കണമെങ്കിൽ. വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസുകളൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല. നമ്മൾ പ്ലാങ്ക്, ബ്രിഡ്ജിങ്, അതേപോലെ തന്നെ 90-90 ഹിപ്പ് റൊട്ടേഷൻസ്, അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നത്. ഈ എല്ലാ എക്സസൈസുകളും നിങ്ങൾക്ക് 15 മുതൽ 20 തവണ വരെ 2 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്.